എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഒരഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്. കാരണം എന്ന് വെച്ചാൽ എമ്പുരാൻ സിനിമയ്ക്കകത്ത് ഞാൻ കണ്ട് ഇനി ആ പടത്തിനകത്ത് കുറച്ച് എനിക്ക് മഹാ ബോറടിച്ചു ഇറങ്ങിപ്പോണമെന്ന് തോന്നിയ ഒരു സിനിമ എമ്പുരാൻ. അതിനകത്ത് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ദൈവപുത്രന് തെറ്റുപറ്റി, ദൈവപുത്രൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടി ചെകുത്താൻ്റെ പുത്രൻ വന്ന് തെറ്റ് തിരുത്തുന്നു. അത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടതിൻ്റെ അല്ലെങ്കിൽ ഉൾക്കൊണ്ടതിൻ്റെ, പക്ഷേ പക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കുരിശ് മുകളിൽ നിന്ന് താഴെ വീണ് എൻ്റെ രണ്ട് സൈഡ് ഒടിയുമ്പോൾ അത് എല്ലാ ആകൃതിയാകുന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഈ കുരിശ് അവർ അവിടെ നിന്ന് കൊണ്ടുപോയി ഇങ്ങനെ കുറച്ച് സൈഡ് എഫക്റ്റ്, കുറച്ച് സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് ആ ലൂസിഫറിൻ്റെ ആക്കണം. ഈ നമ്മുടെ ജീവന്റെ രക്ഷയായ ആ കുരിശ് അടയാളത്തെ വെച്ച് വേണം ഈ ചെകുത്താൻ്റെ ലൂസിഫർ എന്നുള്ള ആ ഒരു പേരുണ്ടാക്കാനായിട്ട്. അതൊക്കെ പക്ക മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയാൻ മേലാത്തൊരു വിഷമം എനിക്ക് തോന്നി. അതോടെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് വിട്ടു. അതാണ് എങ്ങനെ ആ പടത്തിൻ്റെ ഒരു വലിയൊരു കുഴപ്പം ഞാൻ അതിനകത്തുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ എഡിറ്റിങ്, മിക്സിങ്, ആർട്ട്, മറ്റുള്ള എല്ലാം പക്ക തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത കുറേ ഡയലോഗുകൾ, കാര്യങ്ങൾ, കുറേ കാഴ്ചകൾ, അതുപോലെ തന്നെ വെട്ടുന്നു, കുത്തുന്നു, കൊല്ലുന്നു എന്നതാ ബഹളം നടക്കുന്നു. അതും അതിൻ്റെ സൈഡ് എഫക്റ്റ് വരുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പടം. മോള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നു.